പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്ക്. അത് കുറച്ച് കടന്നുപോയില്ലേ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത്രമാത്രം ആത്മവിശ്വാസമുണ്ട് വി.ഡി. സതീശന്. അതുകൊണ്ടാണല്ലോ അത്രമാത്രം കടന്നു പറയാൻ അദ്ദേഹം തയ്യാറായത്. പക്ഷേ ആ ആത്മവിശ്വാസം കുറഞ്ഞു വരികയാണ് എന്നതിൻ്റെ സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് കേൾക്കാം. അല്ലല്ല, സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ബോഡിയാണ് കൈകാര്യം ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സംവിധാനമുണ്ട്, അവരാണ് അത് ചെയ്യുന്നത്. എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ജില്ലാ തലത്തിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ട്, പാർട്ടിയിൽ അതിന്റെ സംവിധാനമുണ്ട്. അവര് തീരുമാനിച്ച കാര്യങ്ങളെക്കുറിച്ച് ജനറലി ഒരു പരാതിയും പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതെനിക്കറിയില്ല. എന്റെ പത്രത്തിൽ കണ്ട് എനിക്ക് കോപ്പി ഉണ്ടെന്ന് ഞാൻ കണ്ടില്ല. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിക്കണം. സംഘടനാപരമായ കാര്യങ്ങളല്ല, ഞാൻ സംഘടനാപരമായ കാര്യങ്ങളിൽ പ്രതികരിക്കില്ല. അതൊക്കെ പാർട്ടി പ്രസിഡന്റ് കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞുതരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും സെമി ഫൈനലാണ്. കോൺഗ്രസിന് സ്വന്തം അടിത്തറ ഭദ്രമാക്കേണ്ടതുണ്ട്. മാത്രം പോരാ, കൂടുതൽ പഞ്ചായത്തുകൾ, കൂടുതൽ നഗരസഭകൾ, കൂടുതൽ കോർപ്പറേഷനുകൾ, കൂടുതൽ ജില്ലാ പഞ്ചായത്തുകൾ നേട്ടമുണ്ടാക്കിയേ തീരൂ. എങ്കിൽ മാത്രമേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കും എന്ന പ്രതീതി ജനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ UDF റെഡിയായി നിൽക്കുന്നു. അതിന്റെ സൂചനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം എന്ന് പറയാൻ കഴിയും. നേരിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ സംശയം വേണ്ട, UDFന്റെ ആത്മവിശ്വാസം ഇരട്ടിയാകും. അത് വലിയ പ്രചോദനമാകും. UDFന് 2026 കടമ്പ അത് എളുപ്പം കടക്കാൻ UDFന് കഴിയും എന്ന കാര്യത്തിലും സംശയമേയില്ല. എന്നാൽ വി.ഡി. സതീശന്റെ വാക്കുകളിൽ ആ ആത്മവിശ്വാസമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും സീറ്റ് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ സീറ്റ് തർക്കങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇടപെടുന്നില്ല, പ്രതിപക്ഷ നേതാവ് തീരെ ഇടപെടുന്നില്ല. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്, അവർ തീർക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും UDFന് തിരിച്ചടി ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണക്ക് കൂട്ടുന്നുണ്ട് വി.ഡി. സതീശൻ. അങ്ങനെ തിരിച്ചടി നേരിട്ടാൽ അതിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഒഴിയണം. അതിനു വേണ്ടിയിട്ടാണ് വി.ഡി. സതീശൻ ഈ സ്ഥാനാർത്ഥി തർക്കങ്ങളിൽ ഇടപെടാത്തത്. കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് അതിനിർണായകമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് വെച്ചാൽ അത് വലിയ സൂചന നൽകുന്നു വി.ഡി. സതീശൻ. എനിക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു എന്ന് വെച്ചാൽ വമ്പിച്ച തിരിച്ചടി മുൻകൂട്ടി കണ്ട് ഒരു മുഴം മുമ്പേ എന്ന് പറയാറില്ലേ, അതാണ് ഇവിടെ വി.ഡി. സതീശന്റെ തന്ത്രം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്വാഭാവികമായും അടിത്തറ CPM ശക്തമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പഞ്ചായത്ത്, നഗരസഭ, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു മേൽക്കൈ ഉണ്ടാകാറുണ്ട് CPMനും ഇടതുപക്ഷത്തിനും. കാരണം അടിത്തറയിൽ നല്ല പ്രവർത്തനം നടത്താൻ ഇന്നും CPMന് കഴിയുന്നുണ്ട്. അവരുടെ സംഘടനാ ചട്ടക്കൂട് മുകളിൽ നിന്ന് താഴെ തട്ടിൽ വരെ, ബ്രാഞ്ച്, ബൂത്ത് തലം വരെ സജീവമാണ്. മുകളിൽ നിന്ന് ഒരു സ്വിച്ച് ഇട്ടാൽ താഴെ വരെ ചലിക്കുന്ന സംഘടനാ ചട്ടക്കൂട് ഇപ്പോഴും പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഇപ്പോഴും CPMനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പ്രചാരണങ്ങൾ CPMനെതിരെ നടക്കുമ്പോഴും അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്നത് CPIMന് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ എപ്പോഴും ഒരു മേൽക്കൈ CPMനുണ്ടാകും, LDFനുണ്ടാകും. അതും കൂടി കണ്ടുകൊണ്ടാണോ വി.ഡി. സതീശൻ ഇപ്പോൾ UDFന്റെ സീറ്റ് തർക്കത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നത്? എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടി നേരിടും. അതിന് കാരണങ്ങൾ കണ്ടെത്തണം. പരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്തുമ്പോൾ എനിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല, പങ്കുമില്ല എന്ന് പറഞ്ഞു വെക്കണം വി.ഡി. സതീശന്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എവിടെയും ഇടപെടുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനാണ് കേരളത്തിലെ. അവിടെ പൊട്ടിത്തെറിയാണ്.
കെ മുരളീധരനാണ് ചുമതല. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതൊക്കെ പരിഹരിക്കാൻ സംഘടനാപരമായി അതിനുള്ള സംവിധാനമുണ്ട്, അവർ പരിഹരിക്കട്ടെ എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. നേരെ പോയാൽ കോഴിക്കോട് DCC ഓഫീസിൽ കൂട്ടത്തല്ല് നടന്നു എന്നാണ് വാർത്ത. എന്ന് വെച്ചാൽ പലയിടങ്ങളിലും സംഘടനാപരമായി ഇടപെടേണ്ട സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്തും നഗരസഭയും പോട്ടെ, അവിടെ പ്രാദേശിക തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ ഇല്ലയോ, അത് എല്ലാ കാലത്തും കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ കോർപ്പറേഷനുകളും അതിപ്രധാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും ഇടപെടുന്നില്ല വി ഡി സതീശൻ. എന്ന് വെച്ചാൽ അദ്ദേഹം പിന്മാറി നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ഒരു രക്ഷയുമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ LDF തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കി അതിന്റെ വിമർശനം തനിക്കെതിരെ ഉയർന്നു വരാതിരിക്കാനുള്ള കളിയാണ് ഇപ്പോൾ വി ഡി സതീശൻ കളിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്.